ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ നമ്മളാ ഈതാലയും ഈതലായൊക്കെ പറഞ്ഞു. ഈതലായാത്തലി, ഈതാലയാത്താലു, ഇഖ്താറ സർവാക്കണം നല്ലോണം. ഈതാലയാത്താലു എല്ലാം പറഞ്ഞു. ഈത്തൽ, ഇഖ്തർ, ഈത്തയൽ, ഈത്തയൽ, ഇഫ്തഇൽ വസ്ന. പിന്നെ ഒരു അഖദയുണ്ട്. അഖദ എന്നുള്ളത് ഇത്തഖദ ഉണ്ട്. ഒരു ഫെയില് ഇത്തഖദ റഹ്മാന് വലതാന്നൊക്കെ പറയത്തില്ല. ഇത്തഖദ അത് അഖദയിൽ നിന്നുള്ളതല്ല. അഖദയിൽ നിന്നുള്ളതാണ് എങ്കിൽ നമ്മൾ എന്താ പറയില്ല, ഇത്തഖദ പറയില്ല. അഖദയുടെ മഅന കൊണ്ടുള്ള ഇത്തഖദയാണ്. അതുകൊണ്ടാണ് അവിടെ ഇദ്ഗാം ചെയ്തു പറഞ്ഞത്. അല്ലെങ്കിൽ ഈത്തഖദ എന്ന് തന്നെ പറയണം, ഇത്തഖദ എന്ന് പറയാതെ. അഖദ യഖുദ്, പിടിക്കുക എന്നുള്ള മഅനക്കുണ്ടല്ലോ അഖദ, അല്ല മുഴുവൻ ഊഖുദ്. അപ്പൊ അവിടെ അഖദയാവുമ്പം ഇത്തഖദ, അഖദ എന്നതിന്റെ ഇഫ്തഅല വചനം എങ്ങനെ വരും? അഖദ ഇഫ്തഅല അല്ലേ, ഇത്തഖദ വരും. അങ്ങനെ ഇത്തഖദ ആക്കിയതല്ല, അഖദയുടെ മഅന കൊണ്ടുള്ള ഇത്തഖദയാണ് അവിടെയാണ്. പിന്നെ അവിടെ ഒരു കിതാബിൽ വഖദയാണ് അസ്ലി എന്ന് പറഞ്ഞ ചില ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഈ തഫ്സീറുകളില് ഏതോ തഫ്സീർ ഞാൻ കണ്ടു, ജമലിലാണോ തോന്നുന്നു, ജമലിലോ സ്വാബിയിലോ എവിടെ ഉണ്ടത് അറിയാവുന്ന മുസ്ലിയാമാരെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഫസ്ലുൻ ഫി ബിനാ ഇസ്മയിൽ സമാനി വൽ മക്കാൻ. സമാന്റെയും മക്കാന്റെയും രണ്ട് ഇസ്മുകളെ എങ്ങനെ എടുക്കാൻ പറ്റും, അതെങ്ങനെ എടുക്കണം? ഇസ്മുൽ സമാൻ ഇസ്മുൻ ഉളിയ ലി സമാനിൻ, ഇസ്മു മക്കാൻ ഇസ്മുൻ ഉളിയ ലി മക്കാനിൻ. അപ്പൊ അങ്ങനെയാണ്. ഫതഖൂലു മിൻ യഫ്ഇലു വസനിൽ നീ പറയും ബികസറിൽ ഐൻ. ഫതഖൂലു നീ പറയുന്നതാണ്. എവിടെ പറയും? എവിടെങ്കിലും അല്ല, ജമാന്റെയും മക്കാന്റെയും രണ്ട് ഇസ്മുകളിൽ നീ പറയും. ആ ജമാന്റെയും മക്കാന്റെയും ഇസ്മുകൾ തന്നെ മിൻ യഫ്ഇലുവിൽ നിന്നെടുത്തതായ ഹാലിൽ ബികസറിൽ ഐൻ, ഐൻ ബൈന കസർ കൊണ്ടുള്ള യഫ്ഇലുവിൽ നിന്നും എടുത്തതായ ഹാലിൽ ജമാൻ മക്കാന്റെ രണ്ട് ഇസ്മുകളിലായ നിലയിൽ അതിന്റെ സീഗയിൽ നീ പറയും. രണ്ട് ഇസ്മുകളുടെ സീഗയിലായ നിലയിൽ നീ പറയും. അലാ മഫ്ഇൽ വസ്നിന്മേൽ എടുക്കുക. ബിനാ ഇസ്മൈ സമാനുൽ മക്കാൻ ഫതഖൂലു മിൻ എന്തിന്റെ മേൽ എടുക്കണം? അലാ മഫ്ഇൽ, മഫ്ഇൽ വസ്നിന്മേൽ എടുത്തോട്ടെ. തഖൂലു നീ പറയും ഫീ ബിനാ ഇസ്മൈ സമാനി വൽ മക്കാനി മിൻ യഫ്ഇലു എന്തിന്റെ മേൽ എടുക്കുക? അലാ മഫ്ഇലും വസ്നിൻ മേൽ എടുക്കുക. തഖൂലു എന്നതിന് ശേഷം സങ്കല്പിച്ച ഫീ ബിനായി എന്നൊരു ബിനായിലേക്ക് ആക്കിക്കൊള്ളുന്ന ഏതിന്റെ മുത്തഅല്ലഖ് അലയുടെ മക്സൂറുൽ ഐനി, അത് തവാഫുഖ് ലിത്തവാഫുഖ്, അങ്ങനെയാണ് യോജിപ്പ്. ജലസ യജ്ലിസു മജ്ലിസുൻ എന്ന് സാലിമായ ഫീലിൽ നീ പറയും. മബീത്തുൻ മബിയിത്തുൻ, സാലിമല്ലാത്തതിൽ നീ പറയും മബിയിത്തുൻ. യാന്റെ അറക്കത്തിനൊക്കെ മാക്കബല ബാനു കൊടുത്തോട്ടെ, മബീത്തുനൊന്നും വായിക്കാമല്ല. വമിൻ യഫ്അലു വയഫ്ഉലു ബിഫത്ഹിൽ ഐനി വളമ്മിഹാ, ഐൻ ഫീൽ നമ്മ കൊണ്ടുള്ള യഫ്ഉലുവും ഫത്ഹ് കൊണ്ടുള്ള യഫ്അലുവിൽ നിന്നും സമാന്റെയും മക്കാന്റെയും ഇസ്മുകളെ എടുക്കുന്നതിൽ നീ പറയും. എന്തിന്റെ മേലാണത് എടുക്കുന്നത്? അലാ മഫ്അൽ വസ്നിന്മേൽ എടുക്കുന്നതിന്റെ മേൽ, മഫ്അലിന്റെ മേൽ നീ പറയും. മഫ്അലിന്റെ മേൽ എടുത്തുകൊണ്ട് പറയും. മഫ്തുഉൽ ലൈൻ മഫ്ഉൽ വസ്ന് അവരുടെ കലാമിലില്ല, അതുകൊണ്ടാണ് അതിന് മഫ്അലി എടുത്തത്. മക്റുമുൻ എന്ന മക്റുമൻ എന്നൊരു പദവും മഊനൻ എന്നൊരു പറഞ്ഞ പദവുമല്ലാത്ത
ബാക്കിയുള്ള എല്ലാ പദങ്ങളിലും മഫ്അല് വസ്നേ ഉള്ളൂ, മഫ്ഊല് ഇല്ല. മഫ്ഊല് അത് തഅദ്ദുറാണ്, കാരണം അതിനെ ഉപയോഗിക്കായ്മ എന്നതാണ് അവിടുത്തെ തഅദ്ദുറിന്റെ കാരണം പറഞ്ഞത്. ലിറഫ്ദിഹിം മഫ്ഊലൻ ഫിൽ കലാമി, സംസാരത്തിൽ സർഫീങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, അതിനെ ഉപയോഗിച്ചിട്ടില്ല. ഇല്ല മക്റുമൻ വ മഊനൻ. അവന യഉബുനു, സംഗതി മആനൻ എന്ന് മഅബനൻ എന്നാണ് പറയേണ്ടത്. മഊനൻ, മഊനത്തുൽ ഇസ്ലാം സഭയെ നമ്മൾ പറയില്ല, ഷാദ, അങ്ങനെ ഒരു പ്രയോഗമേ ഉള്ളൂ. പിന്നെ ഫത്തഹ് കൊടുത്തത് എന്തായിരിക്കും? കസറ കൊടുത്തു എന്നായിരിക്കും. ഏത് യഫ്ഉലു വസ്നിൽ മഫ്അലി എന്നെടുത്ത് എന്തിനാ മഫ്ഊൽ എന്നെടുക്കാതെ? അതിന്റെ മറുപടി നമ്മൾ പറഞ്ഞത് മഫ്ഊല് വസ്ന് ഉപയോഗിക്കലില്ല. എന്നാ പിന്നെ എന്തേ മഫ്ഈൽ എന്നെടുത്തുകൂടായിരുന്നു മുസ്ലിംക്ക്? മഫ്ഈലു എടുത്തുകൂടാന്ന് ചോദിച്ചാല് മഫ്ഈലു എന്നുള്ളത് ആ പ്രയോഗം കസർ എന്നും പാരം തന്നെ അല്ലേ. അതുകൊണ്ട് അഖഫുൽ ഹർക്കത്തായ ഫത്തഹിന് റാജിഹ് കൊടുത്തു, റുജ്ഹാൻ കൊടുത്തു എന്നതാണ് മഹാനായ തഫ്തസാനി തങ്ങളോട് പറഞ്ഞത്. കൽ മദ്ഹബി ദഹബ യദ്ഹബു, മദ്ഹബ് അത് ഫഅല യഫ്അലുനാണ്. വൽ മഖ്തൽ ഖത്തല യഖ്തുലു ഫഅല യഫ്ഉലു വസ്നാണ് മഖ്തൽ. മദ്ഹബ് പോകും സ്ഥലം, പോകും സമയം. മഖ്തൽ കൊല ചെയ്യപ്പെട്ട സ്ഥലം, സമയം. നേരത്തെ പറഞ്ഞ മജ്ലിസ് ഇരിക്കുന്ന സമയം, ഇരിക്കുന്ന സ്ഥലം. മബീത് രാപ്പാർക്കുന്ന സമയം, സ്ഥലം. മദ്ഹബ് മഖ്തൽ അത് രണ്ടു വസ്നുമായി, ഫഅല യഫ്അലുമായി, ഫഅല യഫ്ഉലുമായി. ഇനി ശരിബ യശ്റബു ഫഇല യഫ്അലു വസ്ന് മശ്റബ്, അപ്പൊ അത് മൂന്നും താമായി. ഫഅല യഫ്അലുമായി, ഫഅല യഫ്ഉലുമായി, ഫഇല യഫ്അലുമായി. ഇനി അതെല്ലാം സ്വഹീഹായ ഫിഅൽ. വൽ മഖാമ്, മഖാം എന്ന് പറയും മഖ്വം, അജ്വഫായ അസ്ലിൽ നിന്നുള്ള, അജ്വഫായ ഫിഅലിൽ നിന്നുള്ള, ഖാമ യഖൂമിൽ നിന്നുള്ള മഖാമ്. മഖാമുൻ അസ്ലു മഖ്വമുൻ, വാമുത്താരക്കും അവന്റെ മാഖബലും അവന്റെ അർക്കത്തിനൊക്കെ ചെയ്ത് മാഖബലായ ഖാഫിന് കൊടുത്തു. പിന്നെന്ത് ചെയ്തു? വാവലും മുത്താരക്കും ഇപ്പോൾ മുത്തുവാനെ അവനെ മറിച്ചലിപ്പാക്കി. ഖാമയിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും, അങ്ങനാണെങ്കിൽ സജദ യസ്ജുദു മസ്ജദ് എന്നല്ലേ പറയേണ്ടത്? ശറഖ യസ്റുഖു മശ്റഖ് എന്നല്ലേ പറയേണ്ടത്? അപ്പൊ അവിടെ കുറെ ചോദ്യങ്ങൾ. ഇപ്പൊ നമ്മളിപ്പം ഫഅല യഫ്ഇലു ആയാൽ മഫ്ഈലെന്നും, അല്ല ഫഅല യഫ്ഇലു ആയാൽ മഫ്ഈലെന്നും, ഫഅല യഫ്അലു ഫഅല യഫ്ഉലു ആയാൽ മഫ്അലെന്നും. എന്നാ പിന്നെ കുറെ പദങ്ങൾ ഇങ്ങനെ കേട്ടുവരുന്നല്ലോ നേരെ തിരിച്ചായിട്ട്. ഈ പറഞ്ഞതിന് നേരെ തിരിച്ചായിട്ട് വന്നിരിക്കുന്നല്ലോ എന്ന്. അപ്പൊ അതിന് മറുപടി എന്നോണമാണ് മഹാനവറുകൾ പറയുന്നത്, നമ്മൾ കുറെ ഫിഅലുകൾ എത്തിക്കുന്നുണ്ട്. യഫ്അലു യഫ്ഉലുവിൽ നിന്നും വരുന്ന കുറെ ഫിഅലുകളുടെ, അഥവാ ഐനുൽ ഫിഅലിന് ഫത്ഹായതും ദമ്മായതുമായ കുറെ ഫിഅലുകളുടെ ദമാന്റെയും മക്കാന്റെയും ഇസ്മ് ഇപ്പറഞ്ഞതല്ലാത്ത കോലത്തിൽ അഥവാ മഫ്ഇൽ വസ്നിൽ വരുന്നുണ്ട്. ഐൻ ഫിഅലിന് കസർ കൊടുക്കുന്ന മഫ്ഇലുണ്ടല്ലോ, ആ വസ്നിൽ വരുന്നുണ്ട്. അപ്പൊ അതിന് മറുപടി എന്നോണമാണ് വശദ്ദ, വന്നതൊക്കെ ഷാദാക്കണം. വശദ്ദ ഷാദാണ്. അൽ മസ്ജിദ് വൽ മശ്രിഖ് വൽ മഗ്രിബ് വൽ മത്ലിഅ് വൽ മജ്സർ, മജ്സർ വൽ മർഫിഖ് വൽ മഫ്രിഖ്. മഫ്രിഖ് വെച്ചാൽ ഈ തലയിൽ തൊടി, പിന്നെ തലയിലെ മുടി അപ്പുറത്ത് പിന്നീട് തന്നെ മഫ്രിഖ് പറയാം, മഫ്റഖ് എന്നൊക്കെ പറയാമല്ലോ. അതേ പ്രകാരം തന്നെ മസ്കിൻ, മൻസിഖ് എന്നൊക്കെ വന്നിക്കണമല്ലോ. വൽ മംബിത്ത് വൽ മസ്ഖിത്ത്, മസ്ഖിത്ത് മസ്ഖിത്ത് വെച്ചാൽ മക്കാന് സുക്കൂത്ത്.
എന്ന് വന്നതൊക്കെ കസർമേൽ വന്നതൊക്കെ ഷാദാണ് എന്ന് ഹക്കിയൽ ഫത്വഹി ബാലിക ഈ പറഞ്ഞവകളിൽ നിന്നും ചിലയിടത്തൊക്കെ ഫത്വഹും ഇക്കാലത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖിയാസ് നിലയിലെ മജിസർ എന്ന കസർ മജിസർ വൽ ബാക്കി മദ്മൂമത്തിൽ ബാക്കിയെല്ലാം മദ്മൂമ ഫീലുകളാണ്. സറഖ സുലൂഖ് സക്കന സ്കൂനും അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ മദ്മൂമാണ്. ഹക്കിയൽ ഫത്വഹി ഫി ബാലിക അയൻവീന് 10 കൊടുത്തിട്ടുണ്ട്. ഫി ബാലി ആദ്യം മസ്കൂറാത്തി അലമാവുൽ ഖിയാസ് അനുസരിച്ച് മസ്ജിദ് മസ്കൻ മത്ലഅ എന്നൊക്കെ പറഞ്ഞിട്ട് ഉജീദൽ ഫത്ഹു ഫീഹ അവകളിലൊക്കെ ഫത്ഹും ഖിയാസാക്കപ്പെട്ടു ജായിസാക്കപ്പെട്ടു ഖിയാസ് മേലെ. പക്ഷെ എല്ലാത്തിലും ഇല്ല, ചില പദങ്ങളിലേ ഉള്ളൂ. ഹാദാ ഇലാ ഇതെല്ലാം നമ്മളിപ്പോ എവിടെയാണ്? ഇദാക്കാനൽ ഈ പറഞ്ഞതെല്ലാം ഇദാക്കാനൽ ഫിഅലു സഹീഹൽ ഫാഇ വല്ലാമി ലാമുൽ ഫിഅലും ഫാഉൽ ഫിഅലും സഹീഹാവുന്നിടത്താണ്. വമ്മ ഗൈറുഹു ലാമുൽ ഫിഅലും ഫാഉൽ ഫിഅലും സഹീഹ് അല്ലാത്തയിടത്തോ വളഅ വഅദ അവിടെയൊക്കെ എന്നും കസർ തന്നെയാണ്. കൽ മൗദിഇ വൽ മൗഇദി വഅദ യഇദു വചല യൗചലു മൗസിം വസമ യസിമു വജല യജ്ലു. വമ്മാ ഗൈറുഹു അവയല്ലാത്തതാകുന്നത് ഫമിനൽ മുഅ്തല്ലിൽ ഫാഇ ഫാഉൽ ഫീൽ മുഅ്തല്ലായതിൽ നിന്നുള്ള ദമാന്റെയും മക്കാന്റെയും ഇസ്മാകുന്നത് മക്സൂറുൻ അബദാ എന്നും കസറാക്കപ്പെട്ടതായിരിക്കും. കൽ മൗദിഇ വൽ മൗഇദി വൽ മൗജിദി വൽ മൗസിമി പോലെ അയക്കുന്ന സമയം സ്ഥലമെന്നായിരിക്കും വജില. ഉദാഹരണങ്ങൾ തക്രാറാക്കിയതിനൊക്കെ കാരണങ്ങൾ ഞങ്ങൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇവിടെ മനസ്സിലാക്കി ഇട്ടുകൊടുത്താൽ. വമിനൽ മുഅ്തല്ലിൽ ലാമുൽ ഫീൽ മുഅ്തല്ലായതായാലോ മഫ്തൂഹുൻ അബദാ എന്നും ഫതഹക്കപ്പെട്ടതാകുന്നതാണ്. കൽ മഅ്വ വൽ മർമ പോലെ. ഇനി ഈ പറഞ്ഞ പദങ്ങളിൽ താഴ് ചിലപ്പോൾ കടന്നു വരാറുണ്ട്. വഖത്തദ്ഖുലു ചിലപ്പോൾ കടക്കുന്നതാണ്. അലാ ബഅദിഗായി പറഞ്ഞവകളിൽ നിന്നും ബഅദിന്റെ മേൽ താഉ തൈനീദിന്റെ താഴ് കടക്കും. തൈനീദിന്റെ താഴ് കൊടുക്കുന്ന മുബാലഗത്തുൻ നില കൊടുക്കും, അല്ലാമത്തിൽ താഴ് കൊടുക്കുന്ന പോലെ. അല്ലെങ്കിൽ പിന്നെ ബുഖ്അത്തുൻ മഖ്ബറത്തുൻ എന്ന ബുഖ്അത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് താഴ് കൊടുത്തതാകാം. അത് കേൾക്കപ്പെട്ടതിന്റെ മേൽ ചുരുക്കപ്പെടണം, അല്ലാതെ എല്ലായിടത്തും കാണുന്നില്ല. കൽബില്ലത്തി വൽ മഖ്ബറത്തി വൽ മശ്രിഖത്തി വസദൽ മഖ്ബൂറത്തു വൽ മശ്റൂഫത്തു ബിൽ ലമ്മി ലമ്മ കൊണ്ട് ഖിയാസ് ഫത്തഹാണ്, മശ്റഖത്ത് എന്ന് പറയലാണ്. അപ്പൊ പിന്നെ ലമ്മ എടുത്ത് പറയാൻ ഷാദാണ്. യഫ്ഉലു നിന്നുള്ളാകുമ്പോൾ മഫ്ഉൽ മശ്റഖ് എന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇനി അത് നമ്മൾ സുലാദി മുജറദിലാണ്. ഇനി അവിടുന്ന് അങ്ങ് പോയാല് സുലാദി മജീദ് വരും. സുലാദി മജീദില് സമാന്റെയും മക്കാന്റെയും ഇസ്മു നമ്മൾ പണ്ട് തന്നെ അങ്ങനെ ആ 5 വസനുകളിലെ സമാന്റെയും മക്കാന്റെയും ഇസ്മും അതേ പ്രകാരം തന്നെ അഫ്അലു തഫ്ദീലും അതിന്റെ തസ്നിയും അതിന്റെ ജമ്മും അതിന്റെ മുഅന്നസും മുദക്കറൊക്കെ നമ്മൾ സർവ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇനി സുലാദി മസീദിൽ അഫ്അലയിലും അക്രമയിലും ഒന്നും ഇതിനെ സർവ് ചെയ്തിട്ടില്ല. അതിനൊക്കെ തന്നെ ബല്ലഗയിലൊന്നും സർവ് ചെയ്തിട്ടില്ലല്ലോ മക്കാന്റെയും സമാന്റെയും ഇസ്മുകൾ. അതിന് മറുപടിയാണ് ഇമ്മാദാദാല സലാദത്തി 3 അക്ഷരത്തിനേക്കാൾ ഏറിയ ഫീലിലുള്ള സമാന്റെയും മക്കാന്റെയും ഇസ്മാകുന്നത് അത് കസ്മിൽ മഫൂലി ഇസ്മു മഫൂൽ അങ്ങ് പറഞ്ഞാൽ മദീന്. മുദ്ഖലുൻ പ്രവേശിപ്പിക്കപ്പെടൽ, അല്ലെങ്കിൽ പ്രവേശിക്കപ്പെടുന്ന സ്ഥലം, അല്ലെങ്കിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സ്ഥലം, അല്ലെങ്കിൽ സമയം. മുദ്ഖലുൻ പ്രവേശന സ്ഥലം, മുഖ്റജ് പുറപ്പെടുന്ന സ്ഥലം, സമയം. പുറപ്പെടിക്കപ്പെടുന്ന നോക്കണമെന്നില്ല. മുദ്ഖൽ മുഖ്റജ് എക്സിറ്റൊക്കെ പറയല്ലേ നമ്മൾ. മുദ്ഖൽ മുഖ്റജ് വൽ മുഖാം കഴിഞ്ഞു. അത് കഴിഞ്ഞു.
സമാന്റെ ഇസ്മും മക്കാന്റെ ഇസ്മും നമ്മൾ പറഞ്ഞെങ്കിൽ ഈ മക്കാന്റെ ഇസ്മിൽ നിന്നും ചില സ്ഥലങ്ങൾക്ക് ആ സ്ഥലങ്ങളിൽ ചില സംഗതികൾ അധികരിച്ചു വന്നാൽ നമ്മൾ എന്ത് പറയും? അതിനൊരു പ്രത്യേകമായൊരു ബയാൻ മഹാനായ മുസ്ലിം ഉദ്ദേശിക്കാം. വലമ്മാക്കാന ഹുന ബഹസുൻ യുനാസിബ് ഇസ്മുൽ മക്കാനി, ഇസ്മുൽ മക്കാനിനോട് മുനാസിബായ ഒരു ബഹസ് ഇവിടെ വന്നപ്പം അഷാറ ഇലൈഹി ബി ഖൗലിഹി വൈദാ കസുറ ശൈഉ ബിൽ മക്കാനി, ഒരു സ്ഥലത്തിൽ ഒരു ശൈഅ് പെരുത്താൽ ഖീല ഫീഹി, ആ സ്ഥലത്തിൽ പറയപ്പെടും മഫ്അലത്തുൻ എന്ന് പറയും. സുലാസി മുജറദിൽ നിന്നും എടുത്തതായിട്ട് മഫ്അലത്തുൻ. അർളുൻ മസ്ബഅത്തുൻ, അർളുൻ മഅ്സദത്തുൻ, അർളുൻ മദ്അബത്തുൻ. അതുപോലെ തന്നെ മബ്തഖത്തുൻ ബിത്തിഖ്. സുലാസി മുജറദിൽ നിന്നുള്ള മുജറദൻ ബുനിയ വൈങ്കാന മസീദൻ ഫീഹി റദ്ദൽ മുജറദി വബുനിയ. മുജറദായ ഇസ്മുണ്ടെങ്കിൽ ഇൻകാൻ ഇസ്മു മുജറദൻ ബുനിയ വൈങ്കാന മസീദൻ ഫീഹി, സായിലാക്കപ്പെട്ടതാണെങ്കിൽ മുജറദിലേക്ക് മടക്കിയിട്ട് പിന്നെ എടുക്കും. അർദുൻ മസ്ബഅത്തുൻ എന്ന് പറഞ്ഞാൽ പിടിമൃഗങ്ങൾ പെരുത്ത സ്ഥലം, പെരുത്ത ഭൂമി. അർദുൻ മഅ്സദത്തുൻ, മഫ്അലത്ത് വചനം എടുക്കണമെന്നല്ലേ പറഞ്ഞു. മഫ്അലത്ത് ബി ഫത്ഹിൽ മീമി വൽ ഐനി വൽ ലാമി സുക്കൂനുൽ ഫാഇ. മഅ്സദത്തുൻ വ മദ്അബത്തുൻ, ചെന്നായ പെരുത്ത സ്ഥലം. വ മബ്തഖത്തുൻ, കക്കരിക്ക പെരുത്ത സ്ഥലം. വ മഖ്സഅത്തുൻ, മഖ്സഅത്ത് മഖ്സഅത്ത്. ബിത്തീഖാണ്, ബിത്തീഖും ഖിസ്സാഉമാണ്. ഖിസ്സാഉം ബിത്തീഖുമാകുമ്പം താഉ അവിടെ ഉണ്ട്, താഉ ബത്തഖ ബത്തഖ. അപ്പൊ ഒരു താനെ കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നതിന് അർത്ഥം. ഖിസ്സാഉ കക്കരി, ബത്താഖ് നമ്മളെ എന്താണ് അതിന്റെ പേര്? പച്ചയായ സാധനം ഉണ്ടല്ലോ, ഗ്യാസ് കൂടുതലുള്ളൊരു ഫ്രൂട്ട്സ് ആണല്ലോ അത്. ഏതാണ്ട് പേര് ഇത് എന്താണ്? കുറച്ചേരം റമദാൻ ശരീഫിലേക്ക് കൂടുതൽ ആൾക്കാർ തിന്നുന്നൊരു സാധനമാണത്. ഭയങ്കര ഗ്യാസുള്ളതുമാണ്. ആ ചുമന്ന പച്ച പെയിന്റ്, പച്ച നിറവും അതിന്റെ ഉള്ളിൽ ചുവപ്പാണ്. എന്താണ് എന്റെ പേര്? ആ സാധനം തന്നെ എന്തായാലും ബിത്തീഖ്. ഖിസ്സാവ് കക്കരിക്കാന്ന് വെള്ളരിക്കാന്നൊക്കെ പറഞ്ഞോളി. മറ്റേത് കണ്ണിമത്തൻ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പം എന്താണ്? മബ്തഖത്തുനെന്നുണ്ട്, മത്തുബഖത്തുൻ എന്ന് ചിലയിടത്തുണ്ട്. താനെ മുന്തിച്ചിട്ട് അത് മറന്നുകൊണ്ട് പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യണം? കഴിഞ്ഞു. അപ്പം എന്താണ്? നമ്മൾ വല്ലർബു മിന്നു മദരിബുൻ മദറബുൻ ദറബേദരിബു മദരിബുൻ വല്ലാലത്തു മിദറബുൻ മിദറബത്തുൻ മിദറാബുൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇനി ആലത്തിന്റെ ഇസ്മു നമ്മൾ എടുത്താൽ പിന്നെ മസ്തറും കഴിഞ്ഞു. പിന്നെ നമ്മൾ എവിടെയുള്ളതാ? മറത്തിന് ഇസ്മാണ്. അതുകൊണ്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതും കഴിയുമല്ലോ. അങ്ങ് എടുക്കട്ടെ. മുസ്ലിംമാരിനിപ്പം റമദാൻ ശരീഫല്ല, പെരുന്നാൾ കഴിയുമ്പോൾ പിന്നെ വേറെ കിതാബ് എടുക്കാൻ മതി. അത് നല്ലത് ഇൻഷാ അല്ലാഹ്. അപ്പൊ അമ്മസ്മുല്ലാലത്തി, അപ്പൊ ഇസ്മുല്ലാലത്താകുന്നത് ബഹുവ. ഇസ്മുല്ലാലത്ത് എന്ന് പറഞ്ഞാൽ എന്തുവാ? മാ യുആലിജു ബിഹിൽ ഫാഇലു അൽ മഫ്ഊല, പ്രവർത്തകൻ പ്രവർത്തിക്കപ്പെടുന്നതിനോട് ഇടപെടുന്ന സാധനം. എന്തിനാൽ ഈ വസൂലിൽ അസരി ഇലൈഹി, ഇവന്റെ ഫലം അവനിലേക്ക് ചെന്ന് ചേരാൻ. ഇസ്മുല്ലാലത്ത് ഫയജീവ്, അത് വരുന്നതാണ്. അലാ മിസാലി, അത് വരുന്നതാണ്. അമ്മ ഇസ്മുല്ലാലത്ത് അത് വരുന്നതാണ്. അലാ മിസാലി മഫ്ഇൽ മഫ്അലത്ത്.
വല്ലാലത്ത് മിഫ്അലുൻ വ മിഫ്അലത്തുൻ മഫഅലല്ല മിഫ്അലുൻ വ മിഫ്അലത്തുൻ വ മിഫ്അലുൻ കമിഹ്ലബിൻ വ മിക്സഹത്തിൻ വ മിഫ്താഹിൻ വ മിസ്ഫാത്തിൻ. മിഹ്ലബ് എന്ന് വെച്ചാൽ പാല് കിടക്കുന്ന പാത്രമോ പാൽപാത്രമെന്നോ അങ്ങനെ ഉണ്ടല്ലേ. നിങ്ങൾ നോക്കിക്കോളൂ എൻ്റെ പൊന്നു ഹബീബന്മാരെ. മിഫ്താഹ് തുറക്കുന്ന യന്ത്രം, താക്കോലെന്നതിന് മലയാളം പറയാം. മിസ്ഫാത്ത് കണ്ണാടിയോ? മിസ്ഫവത്ത് എന്നാണ്. മിസ്ഫവത്ത്. വഖാലൂ മിർഖാത്ത് എന്ന് പറയും. ഇതനുസരിച്ചുകൊണ്ട് മിർഖാത്ത് റക്കാർക്ക് കോണി പഠിക്കേ കോണി അല്ല. വമൻ ഫത്തഹൽ മീമ, ഇവിടെ ആരെങ്കിലും മഹലബോ മക്സഹത്തെന്നോ ആരെങ്കിലും പറഞ്ഞാൽ ഫത്തഹ് ചെയ്താൽ അറാദൽ മക്കാന, മക്കാന്റെ ഇസ്മെന്ന് നോക്കണം. വശദ ഷാദാണ്. എണ്ണ വെക്കുന്ന പാത്രത്തിന് മിദ്ഹൻ എന്ന് പറയും ചില ആൾക്കാർ, അത് വേണ്ടെന്ന് പറയുന്നത്. മിസ്അത്ത് മറ്റേ നസ്യം ചെയ്യുന്ന പാത്രം, മിദക്ക് പൊടിക്കുന്ന യന്ത്രം, മൻഖല് മിക്ഹലത്ത് കുഹിലിന്റെ പാത്രം, മിഹ്റലത്ത് മദ്മൂമത്തിൽ മീമി വല്ലൈനി. അപ്പൊ എന്തായി? മദുക്ക് മക്കുഹുല് മധുഹുന്. മദ്മൂമത്തിൽ മീമി അല്ലേ എന്തോടെ? മദ്മൂമത്തിൽ മീമി വല്ലൈനി പിന്നെന്താ വായിക്കുന്നത്? മുദുഹുൻ, മുദുക്ക്, മുസ്ഉത്ത്, മുൻഖുല്, മുക്കുഹുലത്ത്. ഖിയാസ് എങ്ങനെ മീയ പറയേണ്ടത്? ഏത്? മിദ്ഹൻ ബികസർ മീ വത്തൈനിയാണ് പറയേണ്ടത്. ഇനി അത് ഇസ്മുൽ ആലത്താണോ അല്ലേ എന്നതിലേക്ക് ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ട്. മിദക്കുൻ മിദക്കത്തുൻ അലൽ ഖിയാസ്, കസർ കൊടുത്തുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. തംബീഹുൻ, എല്ലാവരും ഉണർന്നോളി. ബിനാഉൽ മറത്തി, മറത്തിന്റെ ഇസ്മെടുക്കൽ മിനൽ മസ്ദരി സുലാദിയിൽ മുജറദി അല ഫഅലത്താണ് അല്ലേ? ഫഅലത്തുൻ തിൽക ജൽസാന്ന് പറഞ്ഞല്ലേ? മറാന്ന് അങ്ങനെ ആയിരുന്നില്ല. ഫഅലത്തുൻ ബിൽ ഫത്ഹിൽ ആനി ഫതഖൂൽ ബിൽ ഫത്ഹി. ഫതഖൂൽ എന്ന് പറയും ദറബ്തു ദർബതൻ വഖുംതു ഖൗമതൻ വമിമ്മാ ദാദ അല സുലാദി. സുലാദിനേക്കാൾ ഏറിയതിൽ എന്ത് പറയും? ബിസിയാത്തിൽ ആയിനെ കൂടുതലാക്കണം. കൈഇത്വാഅതൻ വന്ദിലാഖതൻ. പണ്ടേ താ ഉണ്ടെങ്കിലോ? താണ്ടെങ്കിൽ പിന്നെ മറത്തിന് ഇസ്മാണെന്ന് അറിയിക്കാൻ ഒരു വാഹിദത്ത് കൂട്ടി കൊടുക്കണം. അപ്പൊ ഫൽ വസുബു, ഒരു വസുബ് ഫീഹ അതിലുണ്ട്, ബിൽ വാഹിദത്തി ഇല്ലല്ലോ. എന്താണ്? ഇല്ലാമാ, ഒരു വസുബൊഴിച്ച്, ഒരു മസറൊഴിച്ച്, ഒരു മറത്തിന്റെ ഇസ്മൊഴിച്ച് ഫീഹ അതിലുണ്ട് താവത്ത് നിധിമന്നതിന്റെ താവുണ്ട് മിന്നായ്വകളിൽ നിന്നും. മിൻഹാനും മിൻഹുമാനും, റുബായിയിൽ നിന്നും സുലാദിയിൽ നിന്നും. അങ്ങനെയാണ്, തെറ്റാണ്. മിൻഹുമാന്ന് വായിക്കണം അവിടെ. അപ്പൊ ഫൽ വസുബ് ഫീഹി അതിലുള്ള വസ്ഫിന്റെ ഇസ്മ അതിൽ വിശേഷിപ്പിക്കൽ എങ്ങനെ? ബിൽ വാഹിദത്തി, ഒരു വാഹിദത്ത് കൊണ്ടങ്ങ് വിശേഷിപ്പിക്കണം. കൗലിക റഹിംതുഹു റഹ്മത്തൻ വാഹിദത്തൻ വദഹറജതുഹു ദഹറജത്തൻ വാഹിദത്തൻ. വൽ ഫിഇലത്തു, ഇനി ഹൈഅത്തിന്റെ ഇസ്മ പറഞ്ഞല്ലോ. ബിൽ കസരി ലിന്നൗഇ മിനൽ ഫിഇൽ ഹുവ തഖൂലു ഹുവ ഹുസ്നു തിഅമത്തി വൽ ജൽസത്തി. നല്ല ഇരുത്തമുള്ളവനാണ്, നല്ല തുഴമുള്ളവനാണ്, നല്ല രുചിയുള്ളവനാണ്. കിതാബിലൊക്കെ നല്ല രുചിയുള്ള ആളാണെന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് അതിനെ പൂർത്തിയാക്കിയത്. തഖൂലു ഹുവ ഹുസ്നു തിഅമത്തി വൽ ജൽസത്തി ഐ ഹുസ്നു നൗഇ മിനൽ തുഅമി വൽ ജുലൂസ്. നല്ല ഇരുത്തവും നല്ല തുഴമ, നല്ല രുചിയുള്ള ആള്, നല്ല രുചിച്ചു നോക്കുന്ന ആള് എന്നൊക്കെ പറഞ്ഞോളി. റഹ്മത്തൻ വാഹിദത്തൻ ലിൽ മർറത്തി വലത്തീഫത്തൻ റഹ്മത്തൻ ലത്തീഫത്തൻ വനഹവിക ലിന്നൗഇന് വേണ്ടി അങ്ങനെ കൊടുക്കണം. ദഹറജത്തൻ വാഹിദത്തൻ ദഹറജത്തൻ ലത്തീഫത്തൻ നൗഇൻ ഒരു തരം ഉരുട്ടൽ. വന്ദിലാഖത്തൻ വാഹിദത്തൻ ലിൽ മർറത്തി
വഹസനത്തൻ ഔ ഖബീഹത്തൻ, ഇന്തിലാഖത്തൻ വാഹിദത്തൻ അല്ലെങ്കിൽ ഇന്തിലാഖത്തൻ ഹസനത്തൻ എന്ന് പറയും നല്ലതാണെങ്കിൽ, നല്ല പോക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഖബീഹത്തൻ എന്ന് പറയും ഇന്തിലാഖത്തൻ ഖബീഹത്തൻ നൗഇന് വേണ്ടി പറയും. വല്ലാഹു അഅലം ബിസ്സവാബ് വഇലൈഹിൽ മർജിഉ വൽ മആബ് ഇലാ ഹദറത്തി സയ്യിദിനാ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം سيدنا أستاذنا سراج العلماء رضي الله عنه تبارك الله عمره مع شيخ الله في جميع أساتذتنا مشايخنا مصنف هذا الكتاب والشراح هذا الكتاب رضي الله عنهم ورفع درجاتهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. عدد ما في علم الله وزنة ما في علم الله وملء ما في علم الله وعدد ما أحاط بعلم الله ما وسع علم الله وعلى كل معلوم الله وعلى كل موجود وضربا كل ذلك في جميع مجموع أفراد ذرات الوجود. يا الله يا الله يا الله يا الله في كل لمحة ونفس أبدا مثل ذلك هذا خلقك رضا نفسك وزنة عرشك ومدار كلماتك. تقبل الله منا ومن